വരും തലമുറയെ ചേർത്തിരുത്തി നമുക്ക് പറഞ്ഞുകൊടുക്കണം കനൽ പദങ്ങളിൽ കാലിടറാത്തൊരു പോരാളിയുടെ കഥ, പെരുമഴയത്ത് കെട്ടുപോകാത്തൊരു പോരാട്ട വീര്യത്തിന്റെ ഗാഥ, കനൽ കൊണ്ട് ചരിത്രമെഴുതിയൊരു മനുഷ്യന്റെ ജീവിതം. ഫാസിസം ചോര വീഴ്ത്തിയ കാലത്ത്, കബന്ധങ്ങൾ കുമിഞ്ഞുകൂടിയ നേരത്ത്, സമുദായം ഭയത്തിന്റെ വജ്രമൂർച്ചയിൽ ഒളിച്ചൊരു കാലത്ത്, 90ന്റെ തുടക്കത്തിൽ തെക്കൻ കേരളത്തിൽ നിന്ന് കനലായി ജ്വലിച്ചൊരു കർമ്മയോഗിയുടെ കഥ. സംഘി ഭീകരതയ്ക്ക് പേപിടിച്ച കാലത്ത് പ്രതിരോധത്തിന്റെ തീനാളമായ കഥ. അയോധ്യയും അഹമ്മദാബാദും അലീഗഡുമൊക്കെ കത്തിയ കാലത്ത് പ്രതിഷേധത്തിന്റെ കടലിരമ്പം തീർത്ത കഥ. ഒളിച്ചിരിക്കാൻ കച്ചിത്തുരുമ്പ് തേടിയ കാലത്ത് നിവർന്നു നിൽക്കാൻ പ്രചോദനമായ കാരിരുമ്പിന്റെ കരുത്തുള്ളൊരു ശബ്ദം നൽകിയ തിരിച്ചറിവിന്റെ കഥ. അടിച്ചമർത്തപ്പെട്ടവന്റെയും അരികവൽക്കരിക്കപ്പെട്ടവരുടെയും നാവായ കഥ. നിറകേടുകൾക്കെതിരെ നിവർന്ന് നിലകൊണ്ട അരുതായ്മകൾക്കെതിരെ കൊടുങ്കാറ്റായ ഒരു പോരാട്ടത്തിന്റെ കഥ. ബാബരിക്ക് വേണ്ടി പ്രതിഷേധത്തിന്റെ തീക്കനൽ തീർത്ത, സിറാജുന്നീസയ്ക്ക് വേണ്ടി പോരാട്ടത്തിന്റെ പോർക്കളം തീർത്ത, CT സുകുമാരന് വേണ്ടി പ്രതിരോധമായി പെയ്തിറങ്ങിയ കഥ. നിറയൗവനത്തിന്റെ പകുതിയിൽ സംഘി ഭീകരത വലത് കാല് കവർന്നെടുത്തിട്ടും നിശബ്ദമാകാത്ത പോരാട്ട വീര്യത്തിന്റെ കഥ. പിന്നെയും അനാഥകൾക്ക് വേണ്ടി തണലായി നിലകൊണ്ട കാരുണ്യത്തിന്റെ കഥ. അശരണർ കാലംഭമായ ആർദ്രതയുടെ കഥ. 90കളിൽ ആ ശബ്ദം ഭയത്തിന്റെ ഗർത്തത്തിൽ വീണുപോകാതെ ചേർത്തു പിടിച്ചൊരു സമുദായമുണ്ട്. തേവലക്കര അലിയാര് കുഞ്ഞു മൗലവിയും കാട്ടൂർ അലിമുസ്ലിയാരും പള്ളിക്കുള്ളിൽ കൊല്ലപ്പെട്ടപ്പോൾ ആ ശബ്ദം നിവർന്നു നിൽക്കാനുള്ള പ്രതീക്ഷയായിരുന്നു, തിരിച്ചറിവായിരുന്നു. ഒറ്റപ്പെടുത്തിയപ്പോഴും ഒറ്റിക്കൊടുത്തപ്പോഴും ആ സിംഹഗർജനത്തിനൊരു ചാഞ്ചല്യവും ഉണ്ടായില്ല. അധിക്ഷേപിച്ചപ്പോഴും ആർത്തട്ടഹസിച്ചപ്പോഴും നിവർന്നു തന്നെയാണ് നിന്നത്. കോയമ്പത്തൂരിലെ 9.5 വർഷത്തിനിടയിൽ ഒരിക്കലും ആ മുഖത്തൊരു നൊമ്പരം കണ്ടിട്ടില്ല. ഇപ്പോൾ ബാംഗ്ലൂരിലെ 10 വർഷത്തിനിടയിൽ ആ മുഖത്തൊരു നിരാശയും ഞങ്ങൾ കണ്ടിട്ടില്ല. വിധി പറയേണ്ട ജഡ്ജിയുടെ മുഖത്ത് നോക്കി എന്റെ ഭാഗം കേൾക്കാൻ കഴിയില്ലെങ്കിൽ എന്നെ തൂക്കിലേറ്റിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 20 ആണ്ടിന്റെ ഇരുളിലും നിന്നത് നിവർന്നു തന്നെയാണ്. ഇന്നും പറയുന്നത് ദയയ്ക്ക് വേണ്ടി കീഴില്ലെന്നാണ്, ഔദാര്യത്തിനായി യാചിക്കില്ലെന്നാണ്, നീതിക്ക് വേണ്ടി പൊരുതുമെന്നാണ്. ഇന്നലെയുടെ ചരിത്രങ്ങളിൽ നാം ഇതെല്ലാം കേട്ടിട്ടുണ്ട്. ഉമർ മുഖ്താറും സലാഹുദ്ദീൻ അയ്യൂബിയും വാരിയൻ കുന്നത്തും ആലി മുസ്ലിയാരുമൊക്കെ ഇത് നമുക്ക് പകർന്ന് തന്നിട്ടുമുണ്ട്. പക്ഷേ ഇതിന്നത്തെ കഥയാണ്, കനൽ കൊണ്ടെഴുതിയ ഒരു കഥ, കാലം അടയാളപ്പെടുത്തുന്ന കഥ. വരും തലമുറയെ ചേർത്തിരുത്തി ഈ കഥ പറയുമ്പോൾ അവർ ചോദിക്കും അതാരായിരുന്നുവെന്ന്. വേവുന്ന നോവ് മറന്ന് നമുക്കന്ന് പറയണം, ഇത് അബ്ദുൽ നാസർ മഅദനി എന്ന മനുഷ്യന്റെ ജീവിതമാണെന്ന്.